എല്ലാവർക്കും സൂര്യകാന്തിയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് പെഡഗോജി പേപ്പറിൻ്റെ സിലബസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സിലബസിലൂടെ വേണം കടന്നു പോകാൻ. അപ്പോൾ നമുക്ക് സിലബസിലേക്കൊന്ന് പോയി നോക്കാം. പെഡഗോജി പേപ്പറാണ് ഫിസിക്കൽ സയൻസ്. സയൻസ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. സയൻസ് ടീച്ചിങ് ആസ് എ പ്രോസസ്, പ്രോഡക്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് എമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്സ്. ഒന്നാമത്തെ സെമസ്റ്ററിൽ തന്നെ പഠിക്കാനുള്ള പേപ്പറിൻ്റെ പാർട്ടാണ് ഞാൻ ഈ വായിച്ചിരിക്കുന്നതൊക്കെ തന്നെ. അതിനുശേഷം അടുത്ത പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നീങ്ങിയിരിക്കുന്നു. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 പറഞ്ഞിരിക്കുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കാനുണ്ട്. പിന്നെ വാല്യൂസ്, അതായത് പ്രാക്ടിക്കൽ, ഡിസിപ്ലിനറി, റിക്രിയേഷണൽ, മോറൽ, കൾച്ചറൽ, എസ്തെറ്റിക്, അങ്ങനെ പോകുന്നുണ്ട്. വാല്യൂസ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് അതും നോക്കണം. പിന്നെ നമ്മൾ വരുന്നത് ഒബ്ജക്റ്റീവ്സൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലൂംസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടെക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ബ്ലൂം കൂടാതെ സയൻസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡൊമൈൻസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നു. യാഗർ. പിന്നെ സയൻസിലെ പ്രോസസ് സ്കിൽസ് ഏതൊക്കെയാണെന്ന്, ഡെവലപ്മെൻ്റൽ സ്ട്രാറ്റജീസ്, ഇത്രയുമൊക്കെയാണ് ആ ഒരു എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഏരിയയ്ക്കകത്ത് വരുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് തിയററ്റിക്കൽ ബേസിസ് ഓഫ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. ഒരുപാട് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊഗ്നിറ്റീവ് തിയറീസും പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ ഇവരുടെയൊക്കെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നൊരു സ്റ്റൈലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. വൈഗോട്സ്കി വന്നപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം നമ്മൾ കണ്ടു. ജനറേറ്റിംഗ് നോളജ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് അല്ലേ. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ലിമിറ്റേഷൻ, റിഫ്ലക്ഷൻ, എ ബേസിക് പ്രോസസ് ഫ്രം ലേണിംഗ് എക്സ്പീരിയൻസ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, PBL എന്ന് പറയും. അപ്പം ഇതൊക്കെ വരുന്നതാണ് ആ ഒരു ഏരിയ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, പിന്നെ അതേപോലെ കോഗ്നിറ്റീവ് തിയറീസ്, പലരുടെയും തിയറീസ്, അതിനെ ബേസ് ചെയ്തിട്ട് വന്ന കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ഇതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് പ്ലാനിങ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ്. പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇയർ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, ഇതൊക്കെ വരുന്നുണ്ട്. സ്ട്രെങ്തനിങ് ഇൻസ്ട്രക്ഷൻ ബൈ മീൻസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, വീഡിയോ ലെസൺസ് ആൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലെസൺസ്, ഇത്രയുമൊക്കെ വരുന്നുണ്ട് പ്ലാനിങ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനകത്ത്. പിന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് കടക്കുന്നത്. മോഡൽസ് ഓഫ് ടീച്ചിങ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സയൻസ് പ്രോസസ് മോഡൽസ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസിൽ തന്നെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും, ഇൻക്വയറി ട്രെയിനിങ് മോഡലും, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലും ഒക്കെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് സിലബസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലും ഇൻക്വയറി ട്രെയിനിങ് മോഡലുമാണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ. ഓക്കെ. മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഫിസിക്കൽ സയൻസ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ്, ഗൈഡഡ് ഡിസ്കവറി, എൻക്വയറി, ഇൻവെസ്റ്റിഗേറ്ററി ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. പല തരത്തിലുള്ള മെത്തേഡ്സും സ്ട്രാറ്റജീസുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് കൂടി ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അപ്രോച്ചസിലേക്കാണ് കടക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ്, ഇൻ്റർഡിസിപ്ലിനറി, എൻവയൺമെൻറ്റൽ, പ്രോബ്ലം സോൾവിങ്, സയൻറ്റിഫിക് പ്രോസസ് അപ്രോച്ച്. പിന്നെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, നമ്മുടെ പഴയ ഒരു അപ്രോച്ചായ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഔട്ട്കം ബേസ്ഡ് കൺസ്ട്രക്റ്റിവിസം, ഇതുവരെ ഒന്ന് നോക്കണം ആ ഒരു അപ്രോച്ചിൽ. പിന്നെ
വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ സയൻസ് കരിക്കുലമാണ്. മോഡേൺ ട്രെൻഡ്സ് ഇൻ കരിക്കുലം കൺസ്ട്രക്ഷൻ, കൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ, ഫീച്ചേഴ്സ് ഓഫ് എ സയൻസ് ടെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക് ഫോർ പ്യൂപ്പിൾസ് ആൻഡ് ഹാൻഡ് ബുക്ക് ഫോർ ടീച്ചേഴ്സ്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. പിന്നെ റോൾ ഓഫ് സയൻസ് ലാബറട്ടറീസ്, സയൻസ് ടീച്ചിങ്ങിൽ ലേണിങ്ങിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു ഏരിയ ആണല്ലോ സയൻസ് ലാബറട്ടറി എന്ന് പറയുന്നത്. ഒപ്പം ലൈബ്രറി, സയൻസ് ക്ലബ്ബ്, സയൻസ് മ്യൂസിയം, സയൻസ് ഫെയർ, ഇതൊക്കെ തന്നെ സയൻസ് ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ആ ഒരു പാർട്ടിൽ വരുന്നത്. പിന്നെ വന്നിരിക്കുന്നു ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ സയൻസ് ലേണിംഗ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, continuous and comprehensive evaluation, achievement test, construction and administration, diagnostic testing, remedial teaching, objective type test, advantages, new trends in evaluation, grading, question bank, ഇതൊക്കെയാണ് ആ ഏരിയക്കകത്ത് വരുന്നത്. ഇതിൽ ലാസ്റ്റ് പാർട്ടായിട്ട് വെച്ചിരിക്കുന്നത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് സ്ട്രാറ്റജീസ്. ചുരുക്കി പറഞ്ഞ ബി.എഡിൻ്റെ കംപ്ലീറ്റ് ഓപ്ഷണൽ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം അല്ലേ? അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സൂര്യകാന്ത്.